ലൈഫിൽ അവസരങ്ങൾ ലഭിക്കുന്നത് നോക്കി ഇരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ അതിനായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മടി പിടിച്ചിരിക്കുകയാണോ? അതോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നും ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണോ? എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യൂ. മറ്റുള്ളവർ എന്തും ചിന്തിച്ചു കൊള്ളട്ടെ, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രം. എന്നാൽ ആ അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ പോലും തയ്യാറാകുന്നില്ല എങ്കിൽ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. നമുക്ക് ആരും ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് കൊണ്ടുതരില്ല, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. തോമസ് എഡിസൺ പറഞ്ഞതുപോലെ, ഓപ്പർച്യൂണിറ്റീസ് ഈസ് മിസ്ഡ് ബൈ മോസ്റ്റ് പീപ്പിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഡ്രസ്ഡ് ഇൻ ഓവറാൾ ആൻഡ് ലുക്സ് ലൈക്ക് വർക്ക്. വീണ്ടും ഞാൻ അതേ വാചകം തന്നെ പറയുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ടാരും കൊണ്ടുതരില്ല, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ ചോദിക്കാം, അത് എങ്ങനെ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതുമായി ബന്ധപ്പെട്ടവരെ കാണുക, അവരോട് ചോദിക്കുക, അതിന് മടി കാണിക്കാതെ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു കോഴ്സ് പഠിക്കാനോ നല്ലൊരു പൊസിഷനുള്ള ജോലിയിൽ കയറാനോ, അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ, അതിനായി ഇറങ്ങിത്തിരിക്കുക. അതുമായി ബന്ധമുള്ളവരോട് ചോദിക്കുക. അപ്പോൾ ചോദിക്കാം, ഞാൻ ചെയ്താൽ ശരിയാകുമോ? അത് ശ്രമിച്ചു നോക്കിയാലേ മനസ്സിലാകൂ. നമ്മുടെ കഴിവുകൾ എന്താണ് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരുപക്ഷേ പരാജയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ വിജയിക്കാം. എന്തുതന്നെയായാലും അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം പിന്നീട് ഞാൻ അന്നത് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന ചിന്ത വരാതിരിക്കാൻ അത് നമുക്ക് ഗുണം ചെയ്യും. ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തിയിട്ട് വിഷമിച്ചിട്ട് എന്ത് കാര്യം? അതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകൂ. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകൂ. ലൈഫ് വിജയിച്ചവരെല്ലാം പെട്ടെന്ന് അവരുടെ ആദ്യ ശ്രമത്തിൽ സക്സസ് ആയവരല്ല, പലപ്പോഴും പരാജയപ്പെട്ട് വിജയിച്ചവരാണ്. മിൽട്ടൺ ബേർലി പറഞ്ഞ പോലെ, ഇഫ് ഓപ്പർച്യൂണിറ്റീസ് ഡസൻ നോക്ക്, ബിൽഡ് എ ഡോർ. അതിനാൽ ലൈഫിൽ ഫെയിലാകുമെന്ന് വിചാരിച്ച് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്താതിരിക്കുക. അങ്ങനെ ഫെയിലാകുന്നതിൽ നിന്നും നമ്മൾ കുറച്ച് പാഠങ്ങൾ പഠിക്കും. നമുക്ക് എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുകയും വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനുമുള്ള ഒരു പാഠം അവിടെ നമ്മൾ പഠിക്കുകയാണ്. അതിനാൽ ഇവിടെ പരാജയപ്പെട്ടാലും വിജയിച്ചാലും നേട്ടങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ലൈഫിൽ സക്സസ് ആവാൻ ശ്രമിക്കുക.